ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. കാര്യം ഇപ്പം എൻ്റെ ഫസ്റ്റ് മുതലേ വീഡിയോസ് കാണുന്നവർക്കറിയാം, മക്കളുടെ രണ്ടുപേരും ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണ്. മെയ് 31 ആട്ടോ. ധ്രുവക്കുട്ടിയുടെ 3rd ബർത്ത്ഡേക്ക് ആട്ടോ ദച്ചുവിൻ്റെ ഡെലിവറി ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, 3rd ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അവളുടെ. അപ്പോൾ സെക്കൻഡ് കൊറോണ ടൈം ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മൾ നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറയാം. പിന്നെ 3rd ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ 4th ബർത്ത്ഡേ അപ്പോൾ ദച്ചൂസിൻ്റെ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി. കാരണം രണ്ടുപേരും സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ അവരുടെ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കേട്ടോ, ഹൈദരാബാദിലെ. കാര്യം ധ്രുവക്കുട്ടി എപ്പോഴും പറയുന്നത് എനിക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. എപ്പോഴും ഞങ്ങൾ നാട്ടിലാട്ടോ, കാരണം വെക്കേഷൻ ടൈം ആണല്ലോ. അപ്പോൾ എപ്പോഴും നാട്ടിൽ നമ്മൾ ബന്ധുക്കളും, അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെയാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ രണ്ടുപേർക്കും. കാരണം ഫ്രണ്ട്സിനെ വിളിക്കണം, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ. ചേച്ചിയുടെ പാട്ട് ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പല കൂട്ടുന്നതാര്, ചെമ്പഴുത്തി അമ്പ് കൊണ്ട് അമ്പ് കുരയ്ക്കണതാര്, അമ്പ് തൊട്ടേ ഇങ്ങോട്ടെ നമ്മളിവിടെ 7 മണിക്കാട്ടോ ഫംഗ്ഷൻ വെച്ചത്, വൈകുന്നേരം. അപ്പോൾ ഒരു ഉച്ച മുതലേ തുടങ്ങി മക്കൾക്ക് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മണി 1:30 ആയപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു കേട്ടോ. സിപ്ലോ കവറിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം മേടിച്ച് വെച്ചത്. അവർക്ക് ക്രയോൺസ്, അതുപോലെ തന്നെ പെൻസിൽ, ഇതൊക്കെയായിരുന്നു മേടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയ കാരണം കുറേ ഫ്രണ്ട്സൊന്നും വന്നിരുന്നില്ല കേട്ടോ. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ ഒരു 10-12 പേരുണ്ടായിരുന്നു. പക്ഷേ ആകെ വന്നത് ഒരു 6 പേരൊക്കെ ആട്ടോ വന്നത്. ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേക്ക് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ ചേട്ടൻ. ഞാൻ കേക്ക് ബുക്ക് ചെയ്ത് സ്വിസ് കാസിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബേക്കറിയിലാണ്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കേക്ക് പോലെയായിരുന്നു. സാധാരണ ഇവിടുന്ന് കേക്ക് വാങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാര്യം നമ്മൾ ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞ് മേടിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വെള്ളം കയറുന്ന പോലെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരാറുണ്ട് കേട്ടോ. പക്ഷേ ഈ കേക്ക് അങ്ങനെയായിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധ്രുവയുടെ ഫ്രണ്ട്സിനെ ആട്ടോ നമ്മൾ കൂടുതലും വിളിച്ചത്. കാരണം അവൾക്കാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, ആഗ്രഹത്തോടെ നിന്നോടുന്നത്. ധ്രുവയ്ക്കും ദച്ചുവിനും കേട്ടോ. ദച്ചുവിന് പിന്നെ ഇവിടെ അങ്ങനെ വലിയ ഫ്രണ്ട്സൊന്നുമില്ല. ധ്രുവയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ദച്ചുവിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. പിന്നെ ആകെ വിളിച്ചത് ചേട്ടൻ്റെ 1-2 ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചിരുന്നു. അവർ മലയാളികളാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് അങ്ങനെയാട്ടോ നമ്മൾ വിളിച്ചത്. പിന്നെ നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല. ഭയങ്കര ചെറിയൊരു ഫംഗ്ഷനായിട്ടാട്ടോ കഴിച്ചത്. ബർത്ത്ഡേക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു ലേസിൻ്റെ പാക്കറ്റുകളുണ്ടല്ലോ, അതായിരുന്നു. സ്നാക്സും പിന്നെ ജ്യൂസാട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. മാസയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെയാട്ടോ നമ്മൾ മേടിച്ചിരുന്നത്. ഇവിടെയൊക്കെ സാധാരണ അങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് കേക്ക് കിട്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ്, എന്തെങ്കിലും ജ്യൂസ് അങ്ങനെയാട്ടോ കിട്ടാറ്. പിന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റും. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഐ മാസ്ക് മേടിച്ചിരുന്നു കേട്ടോ, ഒരു പാർട്ടി പോലെ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഐ മാസ്ക് മേടിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ തന്നെ ഇവർക്ക് ധ്രുവയും ദച്ചും കൂടെ ഐ മാസ്ക് ഒക്കെ കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ, വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ധ്രുവയുടെയും ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ വന്നത് 7 മണിയായപ്പോഴേക്കും അവർ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. കാര്യം ചേട്ടൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവർ എത്തിയിരുന്നില്ല കേട്ടോ. പിന്നെ ലേറ്റായി തുടങ്ങി. ഒരു 7:45 ആയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഓക്കെ കട്ട് ചെയ്യാം. കാരണം കുട്ടികളുടെ വീട്ടിൽ അന്വേഷിച്ച് തുടങ്ങുമല്ലോ, ലേറ്റ് ആയി കഴിഞ്ഞു. ഒരു 8:30 ഒക്കെ 8:45 ആകുമ്പോഴേക്കും വിടാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കേട്ടോ. നമ്മൾ വേഗം തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യേണ്ടത് നോക്കി തുടങ്ങി. കേക്ക് കട്ട് ചെയ്തപ്പോഴാണെന്ന് വെച്ചെങ്കിൽ ആ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ മുന്നേ തന്നെ ഇവർ ഇങ്ങനെ സൈഡിൽ കൂടെ തോണ്ടി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യും, നമുക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയൊക്കെ രൂപേന്ന് വെച്ചിനും. പിന്നെ കട്ട് ചെയ്തപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായി. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അതിൽ സ്റ്റാറും ലവിൻ്റെ ഈ ഫോണ്ടൻ്റൊക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് തുടങ്ങിയിട്ടോ കുട്ടികളെല്ലാവരും. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെർവ് ചെയ്ത് തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഞാൻ പറഞ്ഞു ധ്രുവേൻ്റെ അടുത്തും നെച്ചിൻ്റെ അടുത്തും കൊടുക്കാൻ ഫ്രണ്ട്സിന്. കാരണം അവരുടെ ബർത്ത്ഡേക്ക് അവർ കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോഴേക്കും ചേട്ടൻ്റെ ഫ്രണ്ട് വന്നു. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണെച്ചെങ്കിൽ ധ്രുവയുടെ ക്ലാസ്സിലാട്ടോ. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ സ്നാക്സൊക്കെ കൊടുത്തു, ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ പോവായിട്ടോ.
അപ്പോഴേക്കും ചേട്ടൻ ഞാൻ പറഞ്ഞില്ല വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആളും കൂടെ വന്നു. പിന്നെ നമ്മൾ അവർക്കൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, പെപ്പർ ഗ്രീൻ്റെ. അവിടുത്തെ ഫുഡാണെന്ന് വെച്ചെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ഫീലൊക്കെ വരും കേട്ടോ. നല്ല ഫുഡാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അവിടുത്തെ എന്താ പറയുക പ്രൈസും കുറവാണ് കേട്ടോ ഫുഡിൻ്റെ ഒക്കെ. പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു തുടങ്ങി കേട്ടോ. പിന്നെ അച്ഛനും അമ്മയ്ക്കാണെച്ചെങ്കിൽ ഒരു വർത്താനം പറയാൻ ആളെ കിട്ടിയതല്ലേ, പ്രത്യേകിച്ച് മലയാളികൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ എല്ലാവരും പോയപ്പോൾ തന്നെ ഒരു 10 മണി. അത് കഴിഞ്ഞപ്പോഴെങ്കിൽ ധ്രുവയ്ക്കാണെങ്കിൽ നിലത്തൊന്നല്ല വേഗം പൊളിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഗിഫ്റ്റൊക്കെ പൊളിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ 2 പേർക്കും.